ഹലോ ഗായ്സ്, നിങ്ങൾ വീഡിയോയുടെ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ഞങ്ങൾ കൊടൈക്കനാലിൽ പോകുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. വലിയ വീഡിയോ ഒന്നുമല്ല, കുറച്ച് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് സബ്സ്ക്രൈബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് വരൂ ഗായ്സ്. നമ്മൾ ഇതിനകത്താണ് കൊടൈക്കനാലിലേക്ക് പോകുന്നത്. ഇതൊരു ട്രാവലറാണ്. അപ്പോൾ നമ്മളൊരു 10-12 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പായതുകൊണ്ട് എല്ലാം ഇപ്പോഴാണ് പാക്ക് ചെയ്ത് ഇറങ്ങിയത്. നമ്മൾ ചെങ്കോട്ട വഴിയാണ് പോകുന്നത്, തമിഴ്നാട്ടിൽ ചെങ്കോട്ട. അപ്പോൾ ഇത് അനിയത്തേക്ക് വലിഞ്ഞു കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. താഴെ ഫോണിലും കളിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. നമ്മൾ കൊടൈക്കനാലിലേക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് ഈ കൊല്ലം തെങ്കാശി റൂട്ട് വഴി പോകുമ്പം നമുക്ക് ഒരു പുളിയറൈ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെ കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു എസ്പെൻറ്റ് കാണാൻ സാധിക്കും. അതായത് ഒരു എസ് വളവ്, ഈ വളവ് എസ് ഷേപ്പിലാണ്. ധാരാളം വലിയ ലോറികളും പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് KSRTC ബസ്സുകളും എല്ലാം ഇതുവഴിയാണ് നമ്മൾ പോവുക. അപ്പം ഇവിടെ മുമ്പ് വലിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിരുന്നു, ഇപ്പോഴും ഉണ്ട്, എന്നാൽ അധികമായി ബ്ലോക്ക് ഇല്ല. അപ്പം ഇപ്പോൾ ഇച്ചിരി വലുതാക്കിക്കൊണ്ടാണ് ഇപ്പം അധികം ബ്ലോക്ക് ഇല്ല. ഇപ്പം സുഖത്തെ നമുക്ക് പോകാൻ സാധിക്കും. എങ്കിലും അധികം വലിയ വണ്ടികളൊക്കെ വന്നാൽ ഇതുവരെ പോകാൻ ബുദ്ധിമുട്ടാണ് ഗൈസ്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ ഈ എസ് വളവ് പാസ് ചെയ്ത് വേണം നമ്മൾ ഈ റൂട്ട് പോകുമ്പോൾ പോകാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എസ് വളവ് പാസ് ചെയ്ത ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏതോ ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ രാത്രി ഞാൻ പിന്നെ കുറേ നേരം ഒന്നും നോക്കിയിട്ട് കാഴ്ചകളൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ഉറങ്ങി. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെയാണ് ബാക്കി ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഗൈസ്, ഞാൻ ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പറ്റിയില്ല. എങ്കിലും രാവിലെ ഒരു മലയുടെ ബാക്കിൽ ആ സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഇടുന്നതായിരിക്കും, ഒരു പോസ്റ്റായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ്. പിന്നെ നമ്മളിപ്പം ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. പിന്നെ ഗായ്സ്, മൊത്തം തെങ്ങും തോപ്പിലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ വരുന്ന വഴിക്ക് ആടുകളും പശുക്കളും ഒക്കെ റോഡിൻ്റെ നടുക്കായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ രാവിലെ ജോലിക്ക് പോകുന്നത് ഞാൻ കണ്ടു. അതൊന്നും പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മൊത്തം തെങ്ങും തോപ്പുകളാണ് ഗൈസ്. പിന്നെ നമ്മൾ ഇത് 2 വീഡിയോ പാർട്ട് 2 ആയിട്ടായിരിക്കും ഇടുന്നത്. ഇതിപ്പോൾ പാർട്ട് 1 ആണ്, ഒരു 3 മിനിറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി നമുക്ക് അടുത്ത പാർട്ടായിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. നോക്കിയ ഗൈസ്, ലോങ് വിഷ്വൽസ് വ്യൂവിൽ നോക്കിയ മലകൾ അതിൻ്റെ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ കുറ്റിക്കാടുകളും പിന്നെ ഇലക്ട്രിക് ലൈനുകളൊക്കെ ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഗൈസ്. അപ്പം 2ാമത്തെ പാർട്ട് വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത പാട്ടുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ ഗായ്സ്. നിങ്ങൾ കാത്തിരിക്കും അടുത്ത വീഡിയോക്കായി. ബൈ.